എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ മുഹമ്മദ് വിസ്മയം ചൊല്ലി തട്ടുകട തുറന്നു. സമയം രാവിലെ 8 മണി. കട തുറന്ന ഉടനെ അയാൾ ധൃതിയിൽ പണികൾ തുടങ്ങി. സാമ്പാറും ചട്നിയുമെല്ലാം വീട്ടിൽ നിന്നും റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ദോശ ചുടണം, പഴം പൊരിക്കണം, അതിനുള്ള മാവും റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. 2 ചായയും പഴംപൊരിയും. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ പുറത്തു നിന്നും ശബ്ദം കേട്ട മുഹമ്മദ് തിരിഞ്ഞു നോക്കി. പുറത്ത് ബൈക്കിൽ ഇർഷാദും അൻസാറും ഇരിക്കുന്നു. പണിക്ക് പോകുന്ന വഴിയാണ് സഹോദരങ്ങൾ രണ്ടും. മുഹമ്മദ് ഒന്ന് ചിരിച്ചുകൊണ്ട് ചായയും 2 പ്ലേറ്റിൽ ചൂടുള്ള പഴംപൊരിയും എടുത്തു വെച്ചു. അപ്പോഴേക്കും ഇർഷാദും അൻസാറും അകത്തേക്ക് കയറി അവിടെയുള്ള ബെഞ്ചിലേക്ക് ഇരുന്നു. മുഹമ്മദ് കൊണ്ടുവന്ന ചായ കുടിക്കുമ്പോൾ ഇർഷാദിൻ്റെ കണ്ണുകൾ ദൂരെ കുന്നിൻ മുകളിൽ കാണുന്ന ഒരു വീടിൻ്റെ നേരെ പാഞ്ഞു. ആ വീട്ടിൽ പുതിയ വാടകക്കാർ വന്നുവല്ലേക്ക? രാത്രി ഇതുവഴി പോകുമ്പോൾ അവിടെ വെളിച്ചം കണ്ടു. ആ വീട്ടിൽ നിന്നും കണ്ണെടുത്തുകൊണ്ട് ഇർഷാദ് ചോദിച്ചു. വന്നു. കുറച്ച് ദിവസമായിട്ട് അവിടെ ആളനക്കമൊക്കെ കാണുന്നുണ്ട്. എന്തേ പെട്ടെന്ന് അങ്ങനെ സംഭവിക്കാൻ? കുറേ മാസങ്ങളായിട്ട് അവിടെ ആരും താമസത്തിന് വരാറില്ലായിരുന്നല്ലോ. എനിക്കറിയില്ല മോനെ. ദൂരെയുള്ള ആരോ ആണെന്ന് തോന്നുന്നു. ആ വീടിനെ കുറിച്ച് അറിയാത്ത ആരോ. മുഹമ്മദ് പറയുന്നത് കേട്ട് ഇർഷാദ് തലയാട്ടി. അതെ, അങ്ങനെയാവാനാണ് സാധ്യത. പറഞ്ഞിട്ടവൻ വീണ്ടും ആ വീടിൻ്റെ നേരെ കണ്ണുകൾ പായിച്ചു. കുന്നിൻചെരുവിലെ ആ വീട് വളരെ മനോഹരമാണ്. കുന്നിൻചെരുവിലെ ഈ വീടും സ്ഥലവുമെന്ന് തോന്നി പ്രീതിക്ക്. പഴയ തറവാടിൻ്റെ രൂപത്തിൽ പണിത നല്ല ഭംഗിയുള്ള വീട്. ഈ വീട് ഇത്ര ചെറിയ വാടകയ്ക്ക് കിട്ടിയത് അവളെ തെല്ലൊന്ന് അത്ഭുതപ്പെടുത്തി. അവൾ ചുറ്റുമൊന്ന് നോക്കി. നല്ല ഭംഗിയുണ്ടെങ്കിലും തെല്ല് ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സ്ഥലം എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നത് പോലെ. അയൽ വീടുകളൊക്കെ വളരെ കുറവാണ്. കുറേ ദൂരെയായിട്ട് 2-3 വീടുകൾ കാണാം. അടുത്തൊന്നും വേറെ വീടുകളില്ല. കുറച്ച് സമയം കൂടി അവിടെ നിന്നിട്ട് പ്രീതി വീടിൻ്റെ അകത്തേക്ക് നടന്നു. അകത്ത് പ്രീതിയുടെ അച്ഛൻ വേണുസാർ എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് മോളെ, വീടും സ്ഥലവും ഒക്കെ ഇഷ്ടപ്പെട്ടോ നിനക്ക്? അവളെ കണ്ടപ്പോൾ വേണുസാർ തിരക്കി. ഉവ്വച്ച, നല്ല ഭംഗിയുണ്ട് സ്ഥലം, അവൾ പറഞ്ഞു. പക്ഷെ നിന്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കണ്ടിട്ട് പേടിയാവുന്നെന്നാണ് അവൾ പറയുന്നത്. അതും ശരിയാണച്ചാ, ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും എന്തോ പേടി വരുന്നുണ്ട് ഈ സ്ഥലം കാണുമ്പോൾ. അയാളൊന്ന് മൂളി. നിന്റെ കോളേജ് അടുത്തായത് കൊണ്ടാ ഈ വീട് തന്നെ മതിയെന്ന് വെച്ചത്. മുമ്പ് നമ്മൾ താമസിച്ച വീട്ടിൽ നിന്നും കുറേ ദൂരമായിരുന്നല്ലോ കോളേജ്. എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു പോയി വരാനൊക്കെ. ഇഷ്ടപ്പെടാഞ്ഞിട്ട് നിന്റെ അമ്മ സഹിക്കുന്നതും അതുകൊണ്ടാ. പ്രീതി ഒന്ന് മൂളി. രാത്രി ഫുഡെല്ലാം കഴിച്ച ശേഷം പ്രീതി മുറിയിലെത്തി ബുക്ക് തുറന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. എക്സാമൊക്കെ തുടങ്ങാറായി. കുറേ സമയം അവൾ വായിച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഉറക്കം അവളുടെ കണ്ണുകളിലേക്ക് തഴുകിയെത്തി. അവളൊന്ന് കോട്ടുവായിട്ടു. മതി, ഇനി ഉറങ്ങാം. അവൾ ബുക്ക് മടക്കി വെച്ച് എഴുന്നേറ്റു. അച്ഛൻ്റെയും അമ്മയുടെയും ശബ്ദമൊന്നും കേൾക്കുന്നില്ല. 2 പേരും ഉറങ്ങിക്കാണും. അവൾ കട്ടിലിൽ പോയി കിടന്നു. പതുക്കെ ഉറക്കത്തിലേക്ക് വീണു. പെട്ടെന്നാണ് പുറത്തെന്തോ ശബ്ദം കേട്ടത്. അവൾ ഞെട്ടി കണ്ണു തുറന്നു. തോന്നിയതാണോ? അവൾ കാതോർത്തു. പെട്ടെന്ന് വീണ്ടും ശബ്ദം കേട്ടു. അതോടെ പ്രീതി എഴുന്നേറ്റിരുന്നു. മനസ്സിലൊരു പേടി തോന്നിയെങ്കിലും ജനൽ അല്പം തുറന്ന് എന്താ എന്ന് നോക്കാമെന്ന് വിചാരിച്ച് അവൾ പതുക്കെ ജനലിൻ്റെ അടുത്തേക്ക് നീങ്ങി. പതുക്കെ ജനലിൻ്റെ കുളത്തെടുത്ത് ജനൽ അല്പം മാത്രം തുറന്ന് പുറത്തേക്ക് നോക്കിയതും പുറത്തെ കാഴ്ച കണ്ടവൾ നടുങ്ങിപ്പോയി. പുറത്ത് വീടിൻ്റെ അല്പം അകലെയായി ഒരു പാറയുണ്ട്. ആ പാറയുടെ മുകളിൽ ഒരു വെളുത്ത രൂപം കിടക്കുന്നു. ചെറിയ രീതിയിലുള്ള നിലാവെളിച്ചത്തിൽ കിടന്നത് വ്യക്തമായിട്ട് കാണാം. പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവളുടെ കൈയും കാലും വിറച്ചു. അവൾ ചുവരിലേക്ക് കൈ അമർത്തി പിടിച്ചു. എന്താണത്? ആരെങ്കിലും കിടക്കുന്നതാണോ? അതല്ല, എന്തിൻ്റെയെങ്കിലും വെളിച്ചം പാറയ്ക്ക് മുകളിൽ വീഴുമ്പോൾ ആരോ കിടക്കുന്നത് പോലെ തോന്നുന്നതാണോ? ഒന്ന് ടോർച്ചടിച്ച് നോക്കിയാലോ? പെട്ടെന്നവൾ ടോർച്ചെടുക്കാൻ അലമാരയ്ക്ക് അടുത്തേക്ക് ഓടി. അലമാരയിലുണ്ടായിരുന്ന ടോർച്ചെടുത്ത് വീണ്ടും ജനലിൻ്റെ അടുത്ത് വന്ന് പുറത്തേക്ക് നോക്കി അവൾ വീണ്ടും ഒന്ന് നടുങ്ങി. ഇപ്പോൾ ആ രൂപം അവിടെ കാണുന്നില്ല. എവിടെ പോയി? അവളുടെ കണ്ണുകൾ അവിടെ ആകെ പരുതി. ഇല്ല, കാണുന്നില്ല. ഒരു നിമിഷം കൂടി അങ്ങനെ തന്നെ നിന്നിട്ട് അവൾ ജനൽ ചേർത്തടച്ച് കട്ടിലേക്കിരുന്നു. ശരീരത്തിൻ്റെ വിറയിൽ ഇപ്പോഴും മാറിയിട്ടില്ല. അവളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. എന്താണത് അവിടെ കണ്ടത്? ആരെങ്കിലും ആ പാറയ്ക്ക് മുകളിൽ ആരെങ്കിലും കിടന്നിട്ടുണ്ടായിരുന്നോ? അതല്ല, എന്തെങ്കിലും വെളിച്ചം പാറയിൽ തട്ടിയപ്പോൾ അങ്ങനെ തോന്നിയതാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അച്ഛനെ വിളിച്ചാലോ? അവൾ ആലോചിച്ചു. അല്ലെങ്കിൽ വേണ്ട, അമ്മ അറിഞ്ഞാൽ പിന്നെ അത് മതി. അവൾ വേഗം കട്ടിലേക്ക് പോയി അവിടെ കണ്ണടച്ച് കിടന്നു. രാവിലെ പ്രീതി ഡൈനിങ് ടേബിളിൻ്റെ അടുത്തെത്താറാവുമ്പോൾ വേണുസാർ കഴിക്കാനായി ഇരുന്നിട്ടുണ്ട്. അവൾ വേണുസാറിൻ്റെ മുമ്പിലുള്ള കസാരയിലേക്കിരുന്നു. വേണുസാർ നോക്കുമ്പോൾ അവൾ കാര്യമായിട്ടെന്തോ ആലോചനയിലാണ്. എന്തു പറ്റിയടി മോളെ? കാര്യമായിട്ടെന്തോ ആലോചനയിലാണല്ലോ. പ്രീതി മുഖമുയർത്തി. അച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? അത് പിന്നെ അവൾ അടുക്കള ഭാഗത്തേക്ക് അമ്മ വരുന്നുണ്ടോ എന്നൊന്ന് പാളി നോക്കി. പിന്നെ ശബ്ദം താഴ്ത്തി.
ഇന്നലെ രാത്രി നടന്നത് മുഴുവനും അച്ഛനോട് പറഞ്ഞു. നേരാണോ മോളെ? വേണു സാർ അല്പം പേടിയോടെ ചോദിച്ചു. അതെ അച്ഛാ, ഒരു സ്ത്രീ കിടന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത് ആരെങ്കിലും കിടന്നത് തന്നെയാണോ, അല്ലെങ്കിൽ പാറയ്ക്ക് മേളിലേക്ക് എന്തിൻ്റെയെങ്കിലും വെളിച്ചം വീണപ്പോൾ അങ്ങനെ തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അത് കാണാതാവുകയും ചെയ്തു. എല്ലാം കേട്ടപ്പോൾ വേണു സാർ എന്തോ ആലോചിച്ചിരുന്നു. അച്ഛനെന്താ ആലോചിക്കുന്നത്? പ്രീതിയുടെ ചോദ്യം കേട്ടപ്പോൾ അയാൾ അവളെ ഒന്ന് നോക്കി. അല്ല മോളെ, വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താ അച്ഛാ? അത് പിന്നെ മോളെ, നമ്മളിവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം ഞാനിവിടുത്തെ കവല വരെയൊക്കെ പോയിരുന്നില്ലേ? അന്ന് ഇവിടുത്തെ ചില നാട്ടുകാരെയൊക്കെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ വന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒരുതരം ഭീതിയായിരുന്നു. പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല. ഭീതിയോ? എന്തിന്? അറിയില്ല മോളെ, ഞാനതപ്പോൾ വലിയ കാര്യമാക്കിയില്ല. എന്നാൽ ഇപ്പോൾ നീ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു. പ്രീതിയുടെ മനസ്സിൽ അത് കേട്ടപ്പോൾ എന്തോ ഒരു ഭയം വന്നു മൂടി. രാത്രി കുറെ പഠിക്കാനുള്ളത് കൊണ്ട് പ്രീതി കുറെ വൈകിയാണ് ഉറങ്ങാൻ കിടന്നത്. കിടന്ന പാടെ അവൾ ഉറക്കത്തിലേക്ക് വീണു. സമയം കടന്നുപോയി. രാത്രി 2 മണിയായി. പെട്ടെന്ന് പ്രീതിയുടെ മുറിക്ക് പുറത്തൊരു വെളുത്ത രൂപം പ്രത്യക്ഷപ്പെട്ടു. ആ രൂപം ഒരു നിമിഷം മുറിയുടെ ചുമരിലേക്ക് തന്നെ നോക്കി നിന്നു. നേരിയ നിലാവെളിച്ചത്തിൽ ആ വെളുത്ത രൂപം തിളങ്ങുന്നുണ്ടായിരുന്നു. പുറത്താരോ വിങ്ങിക്കരയുന്നത് പോലെ തോന്നിയപ്പോഴാണ് പ്രീതി കണ്ണു തുറന്നത്. ഇപ്പോൾ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. തോന്നിയതാണോ? അവൾ കാതോർത്തു. പെട്ടെന്ന് വീണ്ടും ആ വിങ്ങിക്കരച്ചിൽ കേട്ടു. ഒരു സ്ത്രീയുടെ വിങ്ങിക്കരച്ചിൽ. പ്രീതി കട്ടിലിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു. അവളുടെ ശരീരം പേടികൊണ്ട് വിറച്ചു. തലേ ദിവസത്തെ പോലെ ജനൽ തുറന്നു നോക്കാനൊന്നും അവൾക്ക് ധൈര്യം കിട്ടിയില്ല. ഒരുവിധം അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വേഗത്തിൽ നടന്ന് അച്ഛൻ്റെയും അമ്മയുടെയും മുറിയുടെ മുമ്പിലെത്തി. അവൾ പതുക്കെ വാതിലിൽ തട്ടി. അച്ഛമ്മേ, വാതിൽ തുറക്ക്. അല്പം കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. എന്താ എന്താ മോളെ? പുറത്തു നിൽക്കുന്ന മകളെ കണ്ട് വേണുസാറും സുധയും തെല്ല അമ്പരപ്പോടെ ചോദിച്ചു. അച്ഛാ, ഇന്ന് ഞാൻ അമ്മയുടെ കൂടെ കിടന്നോട്ടെ? പ്രീതി ചോദിച്ചു. എന്തു പറ്റിയടി? എന്തോ എനിക്ക് പേടിയാവുന്നു. പേടിയോ? നിനക്കോ? അത് കൊള്ളാലോ. വേണുസാർ ചിരിയോട് ചോദിച്ചു. അച്ഛാ പ്ലീസ്, എനിക്ക് ശരിക്കും പേടിയായിട്ടാ. ശരി, എങ്കിൽ നീ ഇവിടെ കിടന്നോ, ഞാൻ ഹാളിൽ കിടക്കാം. അത് പറഞ്ഞിട്ട് വേണുസാർ ഹാളിലേക്ക് നടന്നു. അമ്മ വാ വിളിച്ചിട്ട് പ്രീതി വേഗം പോയി കട്ടിലേക്കും കിടന്നു. എന്താ പ്രീതി, എന്താ പറ്റിയത്? അവളുടെ അടുത്ത് വന്ന് കിടന്നുകൊണ്ട് സുധ ചോദിച്ചു. ഒന്നുമില്ലമ്മേ, എന്തോ സ്വപ്നം കണ്ടതാ. സാരമില്ല, മോൾ ഉറങ്ങിക്കോ. സുധ അവളുടെ ശിരസിൽ തലോടി. പ്രീതി കണ്ണടച്ച് കിടന്നു. കുറേ സമയം കഴിഞ്ഞിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. എന്തൊക്കെയാണ് ഈ വീടിനെ ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് പ്രശ്നം? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? ഓരോന്ന് ആലോചിച്ച് കിടന്ന് എപ്പോഴും അവൾ ഉറക്കത്തിലേക്ക് വീണു. രാവിലെ വേണുസാർ ഹാളിലേക്ക് വരുമ്പോൾ പ്രീതി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. വേണുസാർ അവളുടെ എതിർവശത്തുള്ള കസാരയിൽ വന്നിരുന്നു. പ്രീതി അയാളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് കഴിക്കാൻ തുടങ്ങി. അല്ല മോളെ, ഇന്നലെ രാത്രി എന്താ ഉണ്ടായത്? എന്തിനാ നീ പേടിച്ചത്? അങ്ങനെയൊന്നും പേടിക്കാത്ത നല്ല ധൈര്യമുള്ള പെണ്ണാണല്ലോ നീ. അവൾ കഴിക്കുന്നത് നിർത്തി അച്ഛനെ നോക്കി. അത് പിന്നെ അച്ഛാ, മിനിഞ്ഞാന്നത്തെ പോലെ തന്നെ ഇന്നലെ രാത്രിയും ഒരു സംഭവമുണ്ടായി. ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ പുറത്താരോ കരയുന്നത് പോലെ കേട്ടു. ഒരു സ്ത്രീയുടെ ശബ്ദം പോലെ എനിക്ക് തോന്നിയത്. സ്ത്രീയുടെ ശബ്ദമോ? ആ സമയത്തോ? വേണുസാർ ഞെട്ടലോട് ചോദിച്ചു. അതെ അച്ഛാ, മിനിഞ്ഞാന്ന് നടന്നതിൻ്റെ ബാക്കിയാണെന്നാ തോന്നുന്നത്. പ്രീതി പറഞ്ഞപ്പോൾ വേണുസാർ ആലോചനയോടെ ഇരുന്നു. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ മോളെ, കാര്യം എന്താണെന്ന് അറിയണ്ടേ? എന്തായാലും ഞാൻ ഇന്നിവിടെ എല്ലായിടത്തും ഒന്ന് പോയി ഇവിടുത്തെ നാട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. അവർക്ക് എന്തൊക്കെയോ അറിയാമെന്ന് തോന്നുന്നു. പ്രീതി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ച ശേഷം വേണുസാർ നടക്കാനിറങ്ങി. കുന്നിന് താഴെയുള്ള റോഡരികിലെത്തിയ ശേഷം അയാളൊന്ന് ചുറ്റും നോക്കി. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നല്ല ശാന്തത നിറഞ്ഞ സ്ഥലം. ഒരു നിമിഷം നോക്കി നിന്ന ശേഷം അയാൾ അടുത്ത് കണ്ട തട്ടുകടയുടെ അരികിലേക്ക് നീങ്ങി. അവിടെ എത്തിയ ശേഷം അയാൾ തട്ടുകടയുടെ അകത്തേക്കൊന്ന് നോക്കി. അവിടെ കടക്കാരൻ ചൂടെണ്ണയിൽ എന്തോ സ്നാക്സ് റെഡിയാക്കുന്നുണ്ട്. അകത്തുള്ള ബെഞ്ചിൽ 3-4 പേർ ഇരുന്ന് ചായ കുടിക്കുന്നു. വേണുസാർ പതുക്കെ അകത്തേക്ക് കയറി. പിന്നെ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവർ തിരിച്ചും പുഞ്ചിരിച്ചു. അല്ല, നിങ്ങളൊക്കെ ഇവിടുത്തുകാരാണോ? വേണുസാർ ചോദിച്ചപ്പോൾ അവർ അതേ എന്ന് തലയാട്ടി. എന്നെ മനസ്സിലായോ? മനസ്സിലായി സാർ. ആ കുന്നിൻചെരുവിലെ വീട്ടിൽ പുതുതായി വാടകയ്ക്ക് വന്ന ആളല്ലേ? വേണുസാർ അതേ എന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. പിന്നെ കടക്കാരനെ നോക്കി. എനിക്കും ഒരു ചായ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എതിർവശത്തുള്ള ബെഞ്ചിലേക്കിരുന്നു. കടക്കാരൻ ചായ എടുക്കുമ്പോൾ 2 പേർ കൂടി കടയിലേക്ക് വന്നു. അല്ല ഇർഷാദേ, നിങ്ങളിന്ന് പണിക്ക് പോയില്ലേ? കയറി വന്ന 2 പേരോടുമായിട്ട് കടക്കാരൻ ചോദിച്ചു. ഇല്ല മുഹമ്മദ് ക, രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല തലവേദന, അതുകൊണ്ട് പോയില്ല. പിന്നെ ഇവനും പോയില്ല. അത് പറഞ്ഞിട്ട് 2 പേരും ബെഞ്ചിലേക്കിരുന്നു. ഇരുന്ന ഉടനെ ഇർഷാദ് വേണുസാറിനെ ശ്രദ്ധിച്ചു. അല്ല, ഇതാരാ? പുതിയ ആളായതുകൊണ്ട് അവന് മനസ്സിലായില്ല. ഇതാണ് മോനെ ആ വീട്ടിൽ താമസത്തിന് വന്ന ആള്.
മുഹമ്മദൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഇർഷാദിന്റെ മുഖത്തൊരു ഭാവമാറ്റമുണ്ടായി. ഓ, അത് ഇദ്ദേഹമാണോ? ചോദിച്ചിട്ട് അവൻ വേണുസാറിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. വേണുസാറും അവനെ നോക്കി ചിരിച്ചു. ഇർഷാദിന്റെ മുഖത്തുണ്ടായ ഭാവമാറ്റം വേണുസാറ് ശ്രദ്ധിച്ചിരുന്നു. അയാൾ അവിടെയുള്ള എല്ലാവരെയും മാറി മാറി നോക്കി. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ആ വീടിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മുഖത്തെല്ലാം ഒരു ഭാവവ്യത്യാസമുണ്ടല്ലോ, അതെന്താ? ആ വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേണുസാറിന്റെ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി. അല്ല, സാറും കുടുംബവും കുറച്ച് ദിവസമായില്ലേ അവിടെ താമസം, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നിയോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കിതുവരെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ എൻ്റെ മോള് പറയുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. രാത്രിയിൽ അവൾ പുറത്തു നിന്നും എന്തൊക്കെയോ അനക്കം കേട്ടെന്നോ, ആരോ കരയുന്നത് പോലെ കേട്ടെന്നോ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവരും ഭീതിയോടെ പരസ്പരം നോക്കി. ഒന്ന് ചോദിച്ചോട്ടെ, സാറിൻ്റെ മോള് കിടക്കുന്നത് ആ പാറയുടെ അടുത്ത് വരുന്ന മുറിയിലാണോ? ഒരാളുടെ ചോദ്യം കേട്ടപ്പോൾ വേണുസാർ അമ്പരന്നു. എന്താ അങ്ങനെ ചോദിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട് സാറേ, അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചിലതൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. എന്ത്? വേണുസാർ ചെറിയൊരു ഭയത്തോടെ ചോദിച്ചു. മുമ്പും അവിടെ പലരും താമസിക്കാൻ വന്നിട്ടുണ്ട്. ആദ്യകാലത്തൊന്നും ആർക്കും ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട്, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞൊരു വർഷമായിട്ട് അവിടെ താമസിക്കാൻ വരുന്നവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. സാറ് പറഞ്ഞ പോലെ രാത്രിയിൽ പുറത്തു നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു, ആരുടെയോ കരച്ചിൽ കേൾക്കുന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നു. ആ പാറയുടെ അടുത്തുള്ള മുറിയിൽ കിടക്കുന്നവർക്ക് ഈ പ്രശ്നങ്ങളുള്ളത്. ആ പാറയുടെ അടുത്ത് ആരോ നിൽക്കുന്നത് പോലെ കണ്ടവരുമുണ്ട്. അതെന്താ ആ പാറയുടെ അടുത്തുള്ള മുറിയിലുള്ളവർക്ക് മാത്രം? അതെന്താ അങ്ങനെ? വേണു അത്ഭുതത്തോട് ചോദിച്ചു. അതിന് കാരണമുണ്ട് സാർ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അന്ന് ഇവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയിൽ ധാരാളം പേർ ജോലിയും ചെയ്തിരുന്നു. കമ്പനി വക തന്നെയുള്ള മുറികളിലായിരുന്നു അവരുടെ താമസം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവിടെ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി ജോലി കഴിഞ്ഞ് വൈകുന്നേരം ടൗണിൽ നിന്ന് എന്തോ സാധനം വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു പോയി. അവൾ തിരിച്ചു വരുമ്പോൾ ഒരുപാട് വൈകിയിരുന്നു. നന്നേ ഇരുട്ടി. അന്ന് ആ സമയത്തൊന്നും ഈ ഭാഗത്തേക്ക് ബസ്സില്ല, മറ്റു വാഹനങ്ങളും കിട്ടില്ല. അതുകൊണ്ട് ഒറ്റക്ക് നടന്നാണ് അവൾ വന്നിരുന്നത്. അങ്ങനെ നടന്നവൾ റോഡിൽ വളരെ വിജനമായ സ്ഥലത്തെത്തി. അവിടെ നിന്നും കുറച്ച് നടന്നപ്പോഴാണ് റോഡരികിൽ കള്ളു കുടിച്ച് ബോധമില്ലാതെ ഇരിക്കുന്ന കുറച്ചുപേരെ കണ്ടത്. അവൾ വേഗത്തിൽ നടന്ന് അവിടെ നിന്ന് പോകാൻ നോക്കിയപ്പോഴേക്കും അവരവളെ കണ്ടിരുന്നു. ആ സമയത്തൊരു പെങ്കൊച്ചിനെ ഒറ്റയ്ക്ക് കണ്ടാലുള്ള അവസ്ഥ അറിയാലോ. അവരും അവളുടെ പിന്നാലെ കൂടി. അത് കണ്ടപ്പോൾ അവൾ പേടിച്ച് ഓടാൻ തുടങ്ങി. അവരും പിന്നാലെയോടി. അവൾ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ എങ്ങോട്ടെന്നില്ലാതെ ഓടി എങ്ങനെയൊക്കെയോ ആ വീടിൻ്റെ അടുത്തെത്തി. പിന്നാലെ തന്നെ അവരുമുണ്ടായിരുന്നു. ഒടുവിൽ അവളോടി ആ പാറയുടെ അടുത്തെത്തിയപ്പോഴേക്കും അവരവളെ പിടികൂടിയിരുന്നു. പിന്നെ അവിടെ നടന്ന പിടിവലിയും അവളെ കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിനുമിടയിൽ എപ്പോഴും അവൾ ആ പാറയിലേക്ക് ശക്തിയായി തലയിടിച്ച് വീണു. നല്ല ശക്തിയോടെയുള്ള വീഴ്ചയായിരുന്നു. അങ്ങനെ തലക്കേറ്റ ആഘാതം കാരണം അധികം വൈകാതെ അവിടെ വെച്ച് തന്നെ അവൾക്ക് മരണം സംഭവിക്കുകയും ചെയ്തു. അന്ന് ഇന്നത്തേക്കാളും വിജനമായിരുന്നു ഈ സ്ഥലം. ഇന്നിവിടെ കാണുന്ന ഈ കടകളൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇരുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവളുടെ നിലവിളിയൊന്നും ആരും കേട്ടില്ല. പിന്നെ അറിയാലോ, ചില മനുഷ്യരൊക്കെ നിലവിളി കേട്ടാലും പുറത്തിറങ്ങില്ല. ഇതാണ് അന്ന് അവിടെ നടന്നത്. പിന്നെന്ത് സംഭവിച്ചു? വേണുസാർ ആകാംക്ഷയോടെ ചോദിച്ചു. പിന്നെ ആ സംഭവം വലിയ കേസും ബഹളമൊക്കെ ആവുകയും പോലീസ് അന്വേഷണമൊക്കെ വളരെ വേഗത്തിൽ തന്നെ നടക്കുകയും അധികം വൈകാതെ തന്നെ പ്രതികളെയൊക്കെ പിടികൂടുകയും ചെയ്തു. ആ സംഭവത്തിന് ശേഷം ആരും ആ വീടിൻ്റെയോ ആ പാറയുടെയോ അടുത്തേക്ക് പോവാതെയായി. ആ വീടും കുറേ കാലത്തേക്ക് ആരും താമസിക്കാതെ അടഞ്ഞു കിടന്നു. വീടിൻ്റെ ഉടമസ്ഥൻ വീട് വാടകയ്ക്ക് കൊടുക്കാൻ കുറേ ശ്രമിച്ചെങ്കിലും ആരും താമസത്തിന് വന്നില്ല. അങ്ങനെ ഇരിക്കെ പ്രേതത്തിലൊന്നും വിശ്വാസമില്ലാത്തൊരു കൂട്ടർ അവിടെ താമസത്തിന് വന്നു. അവർക്കവിടെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഏകദേശം 2 വർഷം അവിടെ വാടകയ്ക്ക് താമസിച്ചിട്ട് അവർ പോയി. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അതോടെ എല്ലാവർക്കും ധൈര്യമായി. പിന്നെ വേറെയും ആളുകൾ അവിടെ വാടകയ്ക്ക് വന്നു തുടങ്ങി. അന്നൊന്നും ആർക്കും ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞൊരു വർഷത്തിൽ കൂടുതലായി അവിടെ താമസിക്കാൻ വരുന്നവർക്ക് പ്രശ്നങ്ങൾ തുടങ്ങി. 1 വർഷത്തിന് മുമ്പ് അവിടെ ഒരു ഫാമിലി താമസിക്കാൻ വന്നിരുന്നു. അവർക്കാണ് ആദ്യം ഈ അനുഭവം ഉണ്ടായത്. ആ പാറയുടെ അടുത്തുള്ള മുറിയിൽ കിടക്കുന്നവർക്ക് രാത്രി പുറത്തു നിന്നും ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടുവെന്നും ആ പാറയുടെ അടുത്തൊരു സ്ത്രീ നിൽക്കുന്നത് പോലെ കണ്ടുവെന്നെല്ലാം പറഞ്ഞു. എന്തായാലും അതോടെ അവർ പേടിച്ച് പെട്ടെന്ന് തന്നെ വീട് വിട്ടുപോയി. അതിനുശേഷം വേറെയും 2-3 കൂട്ടർ ആ വീട്ടിൽ താമസിക്കാൻ വന്നു. അവർക്കും ഇതേ അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ അവരും പെട്ടെന്ന് തന്നെ പോയി. പക്ഷെ ആർക്കും ആളപായമൊന്നും ഉണ്ടായിരുന്നില്ല. അതോടെ സംഭവം നാട്ടിൽ മുഴുവനും പാട്ടായി. പിന്നെ ആരും അവിടെ വാടകയ്ക്ക് വരാതെയായി. ഇപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് സാറും കുടുംബവും വന്നത്. അല്ല, നിങ്ങൾക്ക് ഈ കഥകളൊന്നും അറിയില്ലായിരുന്നോ? സംഭവം പറഞ്ഞുകൊണ്ടിരുന്ന ആള് വേണു സാറിനോട് ചോദിച്ചു. ഇല്ല, ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതുപോട്ടെ, നിങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഇത് പ്രേതശല്യമാണെന്ന്? വേണു സാറ് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ വിശ്വസിക്കുന്നവരും ഇല്ലാത്തവരുമുണ്ട് സാർ.
ഇർഷാദാണ് പറഞ്ഞത്. താൻ വിശ്വസിക്കുന്നുണ്ടോ? വേണു സാർ ഇർഷാദിനെ നോക്കി ചോദിച്ചു. ഇല്ല സാർ, ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പ്രേതവും മണ്ണാങ്കട്ടയും ഒന്നുമല്ല, ഇതൊക്കെ ആരുടെയോ കളിയാ. പക്ഷെ എങ്കിലും പേടിക്കണമല്ലോ സാർ. പ്രേതത്തെക്കാൾ പേടിക്കേണ്ടത് മനുഷ്യരെ തന്നെയല്ലേ? എന്താണ് അവരുടെ ഉദ്ദേശമെന്നറിയില്ലല്ലോ. അത് ശരിയാ, വേണു സാർ ശരിവെച്ചു. വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ വേണു സാർ അറിഞ്ഞ കാര്യങ്ങളെല്ലാം പ്രീതിയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പ്രീതിക്കും ഭയം തോന്നി. നിനക്ക് എന്ത് തോന്നുന്നു മോളെ ഇതെല്ലാം കേട്ടിട്ട്? എനിക്കൊന്നും അറിയില്ല അച്ഛാ, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഞാനെന്തായാലും വീടിൻ്റെ ഉടമസ്ഥനോട് നാളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അയാൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് നോക്കട്ടെ, വേണു സാറ് പറഞ്ഞു. രാത്രി പ്രീതി നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് അന്നത്തെ പോലെ എന്തോ ശബ്ദം കേട്ട് പ്രീതി ഞെട്ടി ഉണർന്നു. പുറത്തൊരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു. പ്രീതിയുടെ മനസ്സിൽ ഭയം ഇരച്ചു കയറി. അവളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ആ കരച്ചിൽ കൂടിക്കൂടി വന്നു. അതൊരു നിലവിളി പോലെയായി. ഒപ്പം വേറെയും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. പ്രീതി ഒരു നിമിഷം തറഞ്ഞു നിന്നു. പിന്നെ എന്തോ ഒരു ഉൾപ്രേരണ ഉണ്ടായതുപോലെ ജനലിൻ്റെ കുളത്തെടുത്ത് ജനൽ തള്ളി തുറന്ന് പുറത്തേക്ക് നോക്കി അവൾ ഞെട്ടി വിറച്ചുപോയി. പുറത്ത് ആ പാറയുടെ അടുത്ത് കുറച്ചു പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു. അവൾ നിലവിളിച്ചുകൊണ്ട് അവരെ തള്ളിമാറ്റി രക്ഷപ്പെടാനാവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവളുടെ ശരീരത്തിൻ്റെ നിറം മാറാൻ തുടങ്ങിയത്. നിമിഷ നേരം കൊണ്ടത് തീക്കനലിൻ്റെ നിറമായി മാറി. അടുത്ത നിമിഷം അവളെ ഉപദ്രവിച്ച ആ ചെറുപ്പക്കാരുടെ ദേഹത്തേക്ക് ആ തീ പിടിച്ച് അത് ആളിപ്പടർന്നു. അവരുടെ നിലവിളി അവിടെ മുഴങ്ങി. നിമിഷ നേരം കൊണ്ട് അവർ കത്തിയമർന്നു. അത് കണ്ട് അവൾ അട്ടഹസിച്ചു ചിരിച്ചു. അടുത്ത നിമിഷം അവൾ ആ ജനലിന്റെ നേരെ തിരിഞ്ഞു. അവളുടെ കനലരിയുന്ന കണ്ണുകൾ പ്രീതിയുടെ നേരെ പാഞ്ഞു. പ്രീതിക്ക് ശ്വാസം വിലകി. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ പ്രീതിയിൽ തന്നെ തറഞ്ഞു നിന്നു. അടുത്ത നിമിഷം അവൾ ജനലിന്റെ നേരെ പാഞ്ഞെടുത്തു. പ്രീതി ഒരു വലിയ നിലവിളിയോടെ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അവൾ ശക്തിയായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം വേണ്ടി വന്നു താനൊരു സ്വപ്നം കണ്ടതാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ. അവളുടെ ശരീരം വിറച്ചു. പെട്ടെന്ന് വാതിൽ മുട്ട് കേട്ടു. മോളെ, വാതിൽ തുറക്ക്, എന്തിനാ നിലവിളിച്ചത്? പുറത്തു നിന്നും വേണുസാറിൻ്റെയും സുധയുടെയും ശബ്ദം കേട്ടു. പ്രീതി പതുക്കെ എഴുന്നേറ്റ് ഒന്ന് തല കുടഞ്ഞ് ഒരു നിമിഷം ഒന്ന് നിന്ന് നോർമലായ ശേഷം വാതിൽ തുറന്നു. എന്താടി, എന്താ പറ്റിയേ? എന്തിനാ നിലവിളിച്ചത്? വേണുസാറും സുധയും അകത്തേക്ക് വന്നുകൊണ്ട് പരിഭ്രമത്തോടെ ചോദിച്ചു. അത് ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നമോ? എന്ത് സ്വപ്നം? അത് ചോദിച്ചുകൊണ്ട് സുധ അവളുടെ അടുത്തേക്ക് ചെന്നു. 2-3 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എൻ്റെ മോൾക്ക് ആകെ ഒരു വാട്ടം. എന്തു പറ്റിയടാ? സുധ അവളുടെ ശിരസിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ലമ്മേ. പ്രീതി ചിരിക്കാൻ ശ്രമിച്ചു. അവൾക്കൊന്നുമില്ല, നീ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കില്ല സുധേ. അത് പറഞ്ഞിട്ട് വേണുസാർ പ്രീതിയെ നോക്കി. നീ ഇന്നും അമ്മയുടെ കൂടെ കിടന്നു, ഞാൻ ഹാളിൽ കിടക്കാം. പ്രീതി മൂളിക്കൊണ്ട് അമ്മയോടൊപ്പം മുറിയിലേക്ക് ചെന്നു. അമ്മയുടെ അടുത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൾക്ക് ആ സ്വപ്നം ഓർമ്മ വന്നു. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി മനസ്സിലുണ്ട്. അതാണിപ്പോൾ അങ്ങനൊരു സ്വപ്നം കണ്ടത്. അവൾക്ക് ആ പെൺകുട്ടിയെ ഓർമ്മ വന്നു. പാവം കുട്ടി. എന്തുമാത്രം ഭയന്നിട്ടുണ്ടാവും അവൾ, എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും അവൾക്ക്. കുറെ വൃത്തികെട്ടവന്മാർ ചേർന്നൊരു പാവം പെൺകുട്ടിയെ എങ്ങനെ കഴിഞ്ഞു അവർക്ക്? അവളൊരു സ്ത്രീ ശരീരം മാത്രമല്ല, ഒരു മനുഷ്യജീവി കൂടിയാണെന്ന് എന്തേ അവർ ചിന്തിച്ചില്ല? പ്രീതി വേദനയോടെ കണ്ണുകളടച്ചു. പിറ്റേ ദിവസം ഉച്ചയോടെ അടുത്ത ശേഷമാണ് വീട്ടുടമസ്ഥനായ സുന്ദരേട്ടനും ഭാര്യ ലതയും മകൻ വിനോദും വന്നത്. അവരുടെ ഒരു പഴയ കാറിലാണ് വന്നത്. വേണുസാറും പ്രീതിയും എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സുന്ദരേട്ടൻ്റെ മുഖത്തൊരു പേടിയുണ്ടായിരുന്നു. കാരണം അയാൾക്കറിയാം എന്തിനാണ് തന്നെ വിളിപ്പിച്ചതെന്ന്. ഇപ്പോൾ ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഇവിടെ താമസിക്കാൻ വരുന്നവരൊക്കെ ഇങ്ങനെ തന്നെ വിളിപ്പിക്കുന്നത് പതിവാണ്. എന്നിട്ട് ഈ വീടിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കും. തനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ വീട് ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും. അതാണിപ്പോൾ കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരും ഇപ്പോൾ അതിനുവേണ്ടി തന്നെയായിരിക്കും വിളിപ്പിച്ചത്. എന്തു പറയും താൻ? സുന്ദരേട്ടൻ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ വേണുസാറും പ്രീതിയും മുമ്പിലെത്തി. നിങ്ങളെത്തിയോ? ഇരിക്കേ. വേണുസാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ 3 പേരും ഇരുന്നു. പ്രീതി 3 പേരെയും ഒന്ന് ശ്രദ്ധിച്ചു. കണ്ടാൽ ഒരു 55-നടുത്ത് പ്രായം തോന്നിക്കുന്ന ആളാണ് സുന്ദരേട്ടൻ. കാഴ്ചയിൽ സിമ്പിളായ ഒരു മനുഷ്യൻ. ഭാര്യയിലതൊക്കെ 50-നടുത്ത് പ്രായം വരും. സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായൊരു സ്ത്രീ. മകൻ വിനോദിന് ഒരു 25-26 വയസ്സ് വരും. നല്ല വിലപിടിപ്പുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇത്തിരി ജാടയിട്ടാണ് പുള്ളിയുടെ ഇരിപ്പ്. കണ്ടപ്പോൾ പ്രീതിക്ക് ചിരി വന്നു. അല്ല, ഞങ്ങളെന്തിനാണ് നിങ്ങളെ വിളിപ്പിച്ചതെന്ന് മനസ്സിലായോ? വേണുസാറിൻ്റെ ചോദ്യം കേട്ടപ്പോൾ 3 പേരും മുഖം കുനിച്ചു. അത് കണ്ടപ്പോൾ തന്നെ വേണുസാറിനും പ്രീതിക്കും മനസ്സിലായി അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന്. അല്ല, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? വേണുസാർ ചോദിച്ചു. അത് പിന്നെ സാർ, സുന്ദരേട്ടൻ തപ്പിത്തടഞ്ഞു. വേണുസാറിന് അത് കണ്ടപ്പോൾ ദേഷ്യം വന്നു. ഈ വീടിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങളെന്തിനാണ് ഒന്നും പറയാതെ ഞങ്ങൾക്കിത് വാടകയ്ക്ക് തന്നത്? അത് പിന്നെ നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം കാണില്ലെന്ന് വിചാരിച്ചു. ഞങ്ങൾ പറഞ്ഞോ വിശ്വാസമില്ലെന്ന്? അത് ഞങ്ങളങ്ങനെ വിചാരിച്ചു സാർ. വേണുസാറൊന്ന് ഇരുത്തി മൂളി. ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനാണ് ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത്.
നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം. എൻ്റെ ഭാര്യയ്ക്ക് ഒന്നും അറിയില്ല. വേണു സാർ സുന്ദരേട്ടനെ നോക്കി പറഞ്ഞു. ശരി സാർ. സുന്ദരേട്ടൻ എഴുന്നേറ്റ് രണ്ടുപേരും പുറത്തേക്ക് പോയി. ഹാളിൽ പ്രീതിയും ലതയും വിനോദും മാത്രമായി. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, പുഞ്ചിരിയോട് പറഞ്ഞിട്ട് പ്രീതി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. വീടിന് പുറത്തിറങ്ങിയ വേണുസാറും സുന്ദരേട്ടനും മുറ്റം കടന്ന് നടന്ന് ഇത്തിരി ദൂരെയായി നിൽക്കുന്ന ആ കാട്ടുചെടിയുടെ അടുത്ത് പോയി നിന്നു. ഇനി പറ. അതിപ്പോൾ ഈ വീടിനെ കുറിച്ച് പറയാനാണെങ്കിൽ സുന്ദരേട്ടൻ പറയാൻ തുടങ്ങി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ താമസിക്കാൻ വേണ്ടി വാങ്ങിയ വീടാണിത്. അന്ന് ഇതിൻ്റെ പണി പൂർത്തിയായിട്ടില്ലായിരുന്നു. പൂർത്തിയാക്കിയ ശേഷം താമസിക്കാമെന്ന ഉദ്ദേശത്തിലാണ് വാങ്ങിയത്. ഇതുപോലുള്ള സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കാടൊക്കെ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യണമെന്ന ഉദ്ദേശമൊക്കെ എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ മോളുടെ കല്യാണക്കാര്യമൊക്കെ വന്നു. കുറേ കടവും കാര്യങ്ങളും ഒക്കെയായി. അങ്ങനെ വീടിൻ്റെ പണി പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റിയില്ല. പിന്നീട് കടങ്ങളൊക്കെ ഒരുവിധം വീട്ടി വീടിൻ്റെ പണിയും പൂർത്തിയാക്കി താമസിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ആ കൊലപാതകം ഈ വീടിൻ്റെ അടുത്ത് നടക്കുന്നത്. പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് താമസം മാറാൻ പറ്റാതെയായി. എന്നാൽ അതൊക്കെ ഒതുങ്ങിയ ശേഷം താമസിക്കാമെന്ന് വെച്ചപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇവിടേക്ക് താമസിക്കാൻ വരാൻ പേടിയായി. പിന്നെ അവൾ ഇങ്ങോട്ട് വരാൻ തയ്യാറായില്ല. അങ്ങനെയാണ് ഈ വീട് വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. ആദ്യകാലത്ത് ഇവിടെ വാടകയ്ക്ക് വന്നവർക്കൊന്നും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല സാർ. ഇപ്പോൾ ഈ ഒരു വർഷം മുമ്പ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. എന്താ അതിൻ്റെ കാരണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല സാർ. നിങ്ങൾ അന്വേഷിച്ചില്ലേ? പോലീസിലൊക്കെ പരാതി കൊടുത്തിരുന്നു. അവർ അന്വേഷിക്കുകയും ചെയ്തു. പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. മദ്യപാന സംഘങ്ങളുടെയോ മറ്റോ കളി എന്നായിരുന്നു പോലീസിന്റെ സംശയം. പക്ഷെ അതിനുള്ള യാതൊരു തെളിവും കിട്ടിയില്ല. ഏതായാലും അതിനുശേഷം ഇവിടെ പ്രേതബാധയുണ്ടെന്ന് നാട്ടിൽ പരന്നു. അതോടെ ഇവിടെ ആരും താമസത്തിന് വരാതെയായി. ഇപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് സാറും കുടുംബവും വന്നത്. സുന്ദരേട്ടൻ പറഞ്ഞു നിർത്തി. അച്ഛാ, അങ്കിൾ വാ, ചായ കുടിക്കാം. അകത്തേന്ന് പ്രീതിയുടെ ശബ്ദം കേട്ടപ്പോൾ രണ്ടാളും സംസാരം നിർത്തി വീട്ടിലേക്ക് നടന്നു. ഹാളിൽ എന്തോ കാര്യമായി ആലോചിച്ച് നിൽക്കുകയായിരുന്നു പ്രീതി. മോളെന്താ ആലോചിക്കുന്നത്? അച്ഛൻ്റെ ചോദ്യമാണ് അവളെ ചിന്തയിൽ നിന്നും ഉണർത്തിയത്. അവൾ മറുപടി പറയാതെ അച്ഛനെ നോക്കി. നിനക്ക് പേടി തോന്നുന്നുണ്ടോ പ്രീതി ഇവിടെ താമസിക്കാൻ? എങ്കിൽ നമുക്ക് വീട് മാറാം. അച്ഛന് തോന്നുന്നുണ്ടോ ഇവിടെ പ്രേതബാധയുണ്ടെന്ന്? ഇതൊക്കെ പ്രേതത്തിൻ്റെ കളിയാണെന്ന് നിനക്കെന്ത് തോന്നുന്നു? വേണുസാർ ആ ചോദ്യം അവളോട് തിരിച്ചു ചോദിച്ചു. ഇല്ലച്ചാ, ഇത് പ്രേതവും മണ്ണാങ്കട്ടയും ഒന്നുമല്ല. ഇതൊക്കെ ആരുടെയോ ഉടായിപ്പ് കളികളാ. ഇവിടെ നടന്ന കൊലപാതകവും മനുഷ്യരുടെ അന്ധവിശ്വാസവും വെച്ച് ആരോ കളിക്കുന്നു, അത്രയേ ഉള്ളൂ. ആരായിരിക്കും അത്? അതറിയില്ല അച്ഛാ. ഏതായാലും എന്തോ കളി നടക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. അത് കണ്ടുപിടിക്കണം. ഞാൻ ഏതായാലും എല്ലാം രഞ്ജിത്തേട്ടനോട് പറയാൻ തീരുമാനിച്ചു. രഞ്ജിത്തേട്ടൻ വന്നിട്ട് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. വേണുസാറിൻ്റെ ആദ്യ ഭാര്യയിലുള്ള മകനാണ് രഞ്ജിത്ത്. പോലീസിലാണ് ജോലി, SI. ജോലി സ്ഥലത്ത് തന്നെയാണ് താമസവും. രഞ്ജിത്തിൻ്റെ അമ്മ അവൻ കുഞ്ഞായിരിക്കുമ്പോഴേ മരിച്ചു. അതിനുശേഷമാണ് വേണുസാർ പ്രീതിയുടെ അമ്മയെ കല്യാണം കഴിച്ചത്. അന്ന് കുഞ്ഞായിരുന്ന രഞ്ജിത്തിനെ പ്രീതിയുടെ അമ്മ സ്വന്തം മകനെ പോലെ തന്നെയാണ് വളർത്തിയത്. പ്രീതി ഉണ്ടായ ശേഷവും അതിനൊരു മാറ്റവും വന്നില്ല. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. ശരി, എങ്കിൽ നീ അവനോട് കാര്യം പറ. അവൻ വന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങൾ. അത് പറഞ്ഞിട്ട് വേണുസാർ മുറിയിലേക്ക് നടന്നു. ഒരു ദിവസം കൂടി കടന്നുപോയി. അന്ന് കേട്ടതിൽ പിന്നെ ഇപ്പോൾ 2 ദിവസമായി രാത്രി പുറത്തു നിന്നുള്ള ശബ്ദമൊന്നും കേട്ടിട്ടില്ല. എന്തുകൊണ്ടോ പ്രീതിക്ക് ആദ്യം തോന്നിയ ഭയമൊന്നും ഇപ്പോൾ തോന്നുന്നുണ്ടായിരുന്നില്ല. ഭയത്തിന് പകരം ഇപ്പോൾ സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലെന്നറിയാൻ വല്ലാത്തൊരു താല്പര്യം. എന്തായാലും ഏട്ടം വരട്ടെ, ബാക്കിയൊക്കെ പിന്നെ. രാത്രി എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിക്കാൻ ഒരുങ്ങുമ്പോഴാണ് പുറത്തൊരു വണ്ടിയുടെ ശബ്ദം കേട്ടത്. ആരാണെന്ന് നോക്കിയ മോളെ, വേണുസാർ പറയുന്നത് കേട്ട് അവർ എഴുന്നേറ്റ് പോയി ജനൽ തുറന്നു. എന്നിട്ട് സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, രഞ്ജിത്തേട്ടനാ അച്ഛാ. അവൾ വേഗം വാതിലിൻ്റെ അടുത്ത് ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് രഞ്ജിത്ത് ബൈക്ക് ഒതുക്കി വെച്ച് സിറ്റ് ഔട്ടിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. ഏട്ടാ, അവൾ ഓടിച്ചെന്ന് അവൻ്റെ കൈ പിടിച്ചു. എത്ര ദിവസമായി ഏട്ടാ കണ്ടിട്ട്, വാ കയറി വാ. അവൾ സന്തോഷത്തോടെ അവൻ്റെ കൈ പിടിച്ച് അകത്ത് കയറ്റി. നീ എന്തിനാടി മോളെ അവനെ പിടിച്ചു കയറ്റുന്നത്? അവൻ കയറിക്കോളൂലേ? വേണുസാർ ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ രഞ്ജിത്തും പ്രീതിയും ചിരിച്ചു. മോനെ രഞ്ജി, സുധ വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു. എത്ര ദിവസമായിടാ നിന്നെ കണ്ടിട്ട്, എന്താ നീ ഇങ്ങോട്ട് വരാഞ്ഞത്? ഭയങ്കര തിരക്കായി പോയി അമ്മേ. അമ്മയ്ക്കറിയാലോ ഇവിടെ നടക്കുന്ന ഓരോരോ പ്രശ്നങ്ങൾ. പോലീസുകാർക്ക് അതിൻ്റെ പിന്നാലെ ഓടാനേ നേരമുള്ളൂ. എന്നാലും നീ സമയം കിട്ടുമ്പോഴേക്ക് വരണം. അതുപോട്ടെ, നീ ഇപ്പോൾ വാ, അമ്മ ഭക്ഷണം എടുത്തു വയ്ക്കാം. ഞാനൊന്ന് ഫ്രീ ആയിട്ട് വരാമേ, അമ്മ എടുത്തു വയ്ക്ക്. അത് പറഞ്ഞിട്ട് രഞ്ജിത്ത് ഫ്രഷ് ആവാൻ പോയി. അവൻ ഫ്രഷായി വരുമ്പോൾ ഭക്ഷണം എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കഴിക്കാതെ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പ്രീതി മൊബൈലിൽ എന്തോ കുത്തിക്കൊണ്ടിരിക്കുന്നു. നീ ആഹാരം കഴിക്കാനിരിക്കുമ്പോഴെങ്കിലും ആ മൊബൈലൊന്ന് മാറ്റിവെക്ക്. രഞ്ജിത്ത് ദേഷ്യപ്പെട്ടു. ഞാൻ ഏട്ടൻ വരാൻ വേണ്ടി കാത്തിരുന്നതാ. ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞിട്ടവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആഹാരം കഴിച്ച ഉടനെ സുധ പല്ലും തേച്ച് ഉറങ്ങാൻ പോയി. ഉറക്കം വിളച്ചാൽ തലവേദന വരും അവൾക്ക്. സുധ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ 3 പേരും ഹാളിൽ സംസാരിക്കാനിരുന്നു. എന്താ ഏട്ടൻ, ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചോ? അന്വേഷിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണത്.
അതിൻ്റെ അന്വേഷണമൊക്കെ കൃത്യമായിട്ട് തന്നെയാണ് നടന്നത്. പെട്ടെന്ന് തന്നെ പ്രതികളെയൊക്കെ പിടിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ആ സംഭവവുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. ആ സംഭവം വെച്ച് ആരോ കളിക്കുന്നു, അത്രയേ ഉള്ളൂ. ആരായിരിക്കും ഏട്ടാ അത്? അറിയില്ല, പല സാധ്യതകളുമുണ്ട്. ചിലപ്പോൾ മദ്യപാന സംഘങ്ങളുടെയോ മറ്റോ കളിയാവാം. അവർക്ക് കുടിക്കാനും മറ്റുമായുള്ളൊരു താവളമായി അവർ ഈ സ്ഥലത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ആളുകൾ താമസത്തിന് വരുന്നത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ താമസക്കാരെ ഓടിച്ചു വിടാൻ വേണ്ടി അവർ ചെയ്തു കൂട്ടുന്നതാവാം, അല്ലെങ്കിലും മറ്റാരെങ്കിലും കളിക്കുന്നതാവാം. എന്തിന് അറിയില്ല. അവർക്കതിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടാകാം. വീടിൻ്റെ ഉടമസ്ഥനുമായി എന്തെങ്കിലും ശത്രുതയോ മറ്റോ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. എന്താണെങ്കിലും കണ്ടുപിടിക്കണം. പ്രീതിയൊന്ന് മൂളി. പിറ്റേ ദിവസം രഞ്ജിത്ത് ആ പാറയുടെ അടുത്ത് ചെന്ന് വിശദമായിട്ട് തന്നെ പരിശോധിക്കുകയുണ്ടായി. പക്ഷെ അവന് സംശയിക്കത്തക്കതായി ഒന്നും കണ്ടെത്താനായില്ല. അവൻ ഒന്നുകൂടി നന്നായി തപ്പി നോക്കിയപ്പോഴാണ് ആ പാറയുടെ അടുത്ത് എന്തോ ഒന്ന് തിളങ്ങുന്നത് കണ്ടത്. അവൻ കുനിഞ്ഞത് കയ്യിലെടുത്തു. ഒരു നിമിഷം അത് നോക്കി നിന്ന് പിന്നെ പോക്കറ്റിൽ നിന്നും കർച്ചീഫെടുത്ത് അതിനെ അതിൽ ചുറ്റിവെച്ചു. ഏട്ടാ എന്ത് ചെയ്യുകയാ? പിന്നിൽ നിന്നും പ്രീതിയുടെ ചോദ്യം കേട്ടപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. ഞാൻ ഇവിടെയൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കുകയായിരുന്നു, എന്തെങ്കിലും തെളിവ് കിട്ടുമോന്നറിയാൻ. എന്നിട്ട് കിട്ടിയോ? പ്രീതി ആകാംക്ഷയോട് ചോദിച്ചു. മദ്യപാന സംഘങ്ങളും മറ്റുമൊന്നും ഉണ്ടായതിൻ്റെ തെളിവൊന്നും കാണാനില്ല. വല്ല മദ്യക്കുപ്പിയോ സിഗരറ്റ് കുറ്റിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, ഒന്നും കാണുന്നില്ല. പിന്നെ ആരായിരിക്കും ഏട്ടാ? അത് കണ്ടുപിടിക്കണം. എന്തായാലും നീ വാ, നമുക്ക് ഇവിടെയൊക്കെ ഒന്നുകൂടി ചുറ്റിക്കറങ്ങി നോക്കാം. അവർ അവിടെ ചുറ്റുഭാഗം മുഴുവനും തപ്പി നോക്കി, ഒന്നും കണ്ടില്ല. പെട്ടെന്നാണ് പ്രീതിയുടെ കാലിൻ്റെ അടിയിൽ എന്തോ തടഞ്ഞത്. അവൾ ചവിട്ടിയ ഭാഗത്തുള്ള കരിയിലകൾ മാറ്റി നോക്കിയപ്പോൾ നല്ല വലിപ്പമുള്ള ഭംഗിയുള്ള ഒരു ജിമിക്ക് കമ്മൽ. ഇതെങ്ങനെ ഇവിടെ വന്നു? അവൾ തന്നെ അത്ഭുതത്തോടെ കുനിഞ്ഞത് കയ്യിലെടുത്തു. ഏട്ടാ ഇതൊന്ന് നോക്കിയൊരു കമ്മൽ. കമ്മലോ? എവിടെ നോക്കട്ടെ? രഞ്ജിത്ത് അടുത്തു വന്ന് അവളുടെ കയ്യിലേക്ക് നോക്കി. ആരുടേതായിരിക്കും ഇത്? അവൻ ആലോചനയോടെ ചോദിച്ചു. ചിലപ്പോൾ മരിച്ചുപോയ കുട്ടിയുടേതായിരിക്കുമോ ഏട്ടാ? പ്രീതി ഭീതിയോടെ ചോദിച്ചു. മണ്ടത്തരം പറയില്ലടി, അത് എത്ര വർഷം മുമ്പ് നടന്ന സംഭവമാ. ഇത് ഈ അടുത്തപ്പോഴോ വീണതാണെന്ന് കണ്ടാലറിഞ്ഞൂടെ? അത് ശരിയാണെന്ന് പ്രീതിക്കും തോന്നി. പിന്നെ ആരുടേതായിരിക്കും ഏട്ടാ? ചിലപ്പോൾ ഇവിടെ രാത്രി വേഷം കെട്ടി വരുന്നവളുടേതാകാം, അല്ലെങ്കിൽ വീട്ടുടമസ്ഥന്റെ ഭാര്യയുടെയോ മകളുടെയോ ആകാം. ഏതായാലും നീ ഒരു കാര്യം ചെയ്യ്, അച്ഛനോട് പറ നാളെ വീട്ടുടമസ്ഥനോടും ഭാര്യയോടും ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറയാൻ. അവരോട് തന്നെ ചോദിച്ചു നോക്കാലോ. ശരിയേട്ടാ. എന്തായാലും നല്ല ഡിസൈൻ. അടുത്ത തവണ ടൗണിൽ പോകുമ്പോൾ ഇതുപോലെ രണ്ടും വാങ്ങാൻ കിട്ടുമോ എന്ന് നോക്കണം. പ്രീതി ആ കമ്മൽ തിരിച്ചും മറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. രഞ്ജിത്തിന് അത് കേട്ട് ദേഷ്യം വന്നു. ആനക്കാര്യത്തിൻ്റെ ഇടക്ക അവളുടെ ഒരു ചേനക്കാര്യം. എന്താ? അല്ല അമ്മയോടിന്നേ ചേനക്കറി വെക്കാൻ പറയാമെന്ന് പറയായിരുന്നു. പ്രീതി അവനെ ഒന്ന് കനപ്പിച്ചു നോക്കിയിട്ട് വീട്ടിലേക്ക് നടന്നു. രഞ്ജിത്തിന് അത് കണ്ട് ചിരി വന്നു. അന്ന് വൈകുന്നേരം വേണുസാർ വിളിച്ചതുകൊണ്ട് വീട്ടുടമസ്ഥനായ സുന്ദരേട്ടൻ വന്നു. കൂടെ ഭാര്യ ലതയും മകൻ വിനോദും ഉണ്ടായിരുന്നു. എന്താ സാർ വരാൻ പറഞ്ഞത്? അതൊന്നുമില്ല, ഇന്ന് രാവിലെ എൻ്റെ മകൾക്ക് ആ പാറയുടെ അടുത്ത് നിന്നും ഒരു സാധനം കിട്ടി. അത് നിങ്ങളുടെ മകളുടെയോ മറ്റോ ആണെന്നറിയാൻ വിളിച്ചതാ. എന്ത് സാധനമാണ് സാർ? പ്രീതി അതിങ്ങ് കാണിച്ചേ. വേണുസാർ പ്രീതിയെ നോക്കി. ഇതാണ് സാധനം. പ്രീതി കയ്യിലുള്ള കമ്മൽ ഉയർത്തി കാണിച്ചു. ഇത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇത് ആരുടെയാണെന്ന് അറിയാമോ? 3 പേരും ആ കമ്മലിലേക്ക് സൂക്ഷിച്ചു നോക്കി. 3 പേർക്കും കണ്ടിട്ട് പരിചയമൊന്നും തോന്നിയില്ല. ഇല്ല, ഞങ്ങൾക്കറിയില്ല. ഒന്ന് ഓർത്തു നോക്കിയേ. അത് കേട്ടപ്പോൾ ലത നന്നായൊന്ന് ഓർത്തു നോക്കി. അപ്പോഴാണ് അവർക്കൊരു കാര്യം ഓർമ്മ വന്നത്. ആ പിന്നെ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങേരുടെ പെങ്ങളുടെ മോളും ഭർത്താവും വന്നിരുന്നു. അവർ ഇവിടെയും വന്നിരുന്നു. അവർക്ക് ഈ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇവിടെ കാണാനൊക്കെ ഭയങ്കര രസമാണെന്നാണ് പറയാറ്. അതുകൊണ്ട് കുറേ സമയം ഇവിടെ ചെലവഴിച്ചിട്ട് അവർ പോയത്. ആ പെണ്ണിൻ്റെ കാതിൽ ഇങ്ങനെ ഒരു കമ്മൽ കണ്ടതായി ഓർമ്മയുണ്ട്. ഓ, എങ്കിൽ ചിലപ്പോൾ അവരുടേതായിരിക്കും, പ്രീതി പറഞ്ഞു. കുറച്ച് സമയം കൂടി അവിടെ നിന്ന ശേഷം അവർ 3 പേരും തിരിച്ചുപോയി. രാത്രി പുറത്ത് സിറ്റ് ഔട്ടിൽ എന്തോ കാര്യമായ ആലോചനയിലായിരുന്നു രഞ്ജിത്ത്. ഹലോ SI സാർ, എന്താ ഇത്ര വലിയ ആലോചനയിൽ? പ്രീതി രഞ്ജിത്തിന്റെ അടുത്തുള്ള കസാരയിൽ വന്നിരുന്നു. എന്താ ഇത്ര കാര്യമായിരുന്നു ആലോചിക്കുന്നത്? വേറെന്ത്, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി തന്നെ. അതല്ലേ ഇപ്പോൾ നമുക്കെല്ലാവർക്കും ചിന്തിക്കാനുള്ളത്. എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ ഏട്ടാ? അത് കേട്ടതും രഞ്ജിത്തൊന്ന് പുഞ്ചിരിച്ചു. കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. അതിനുള്ളിൽ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നവരെ പിടികൂടാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് പറഞ്ഞിട്ട് രഞ്ജിത്ത് എഴുന്നേറ്റ് അകത്തുപോയി. പിന്നാലെ പ്രീതിയും. 2-3 ദിവസം കൂടി പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ കടന്നുപോയി. പ്രീതി ഈ സമയം വേറെ മുറിയിലേക്ക് മാറുകയും ചെയ്തു. രഞ്ജിത്ത് ആ പാറയുടെ അടുത്തുള്ള മുറിയിൽ കിടക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. രഞ്ജിത്തിന് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. അധികം വൈകാതെ തന്നെ അയാൾ തൻ്റെ കയ്യിൽ വന്ന് ചാടുമെന്ന്. അയാളെ പിടികൂടിയാൽ മാത്രമേ എന്തിനയാളിത് ചെയ്തു, എന്തായിരുന്നു അയാളുടെ ലക്ഷ്യമെന്നൊക്കെ അറിയാൻ പറ്റൂ. രാത്രി ഏതോ കേസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ട് രഞ്ജിത്ത് ഉറങ്ങാൻ കുറേ വൈകിയിരുന്നു. ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി ഏറെ വൈകി. അവൻ ഉറങ്ങാനായി എഴുന്നേറ്റ് കട്ടിലിൽ കിടന്നു. 2-3 മിനിറ്റ് ആയതേ ഉള്ളൂ. പെട്ടെന്ന് പുറത്തു നിന്ന് എന്തോ ശബ്ദം കേട്ടു.
രഞ്ജിത്ത് കട്ടിലിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു. പുറത്തൊരു സ്ത്രീയുടെ അമർത്തിയുള്ള കരച്ചിൽ കേൾക്കുന്നു. അവൻ കാതോർത്തുകൊണ്ട് ഒരു നിമിഷം നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആ കരച്ചിൽ കുറച്ച് അകലെയായി കേട്ടു. അതോടെ അവൻ ജനൽ അല്പം തുറന്ന് പുറത്തേക്ക് നോക്കി. പുറത്തെ കാഴ്ച കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് ജാഗരൂകമായി. പുറത്ത് ആ പാറയുടെ മുകളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. അവൾ മുട്ടുകാലിൽ മുഖമമർത്തി കരയുകയാണ്. രഞ്ജിത്ത് ജാഗ്രതയോടെ എഴുന്നേറ്റു. അവൻ റിവോൾവർ കയ്യിലെടുത്തു. പിന്നെ ശബ്ദമുണ്ടാക്കാതെ മുറിക്ക് പുറത്തിറങ്ങി. അവൻ നടന്ന് പുറത്തേക്കുള്ള വാതിലിൻ്റെ അടുത്തേക്ക് എത്തിയ ശേഷം വളരെ പതുക്കെ വാതിൽ തുറന്ന് മുറ്റത്തേക്കിറങ്ങി. ഒരു ചെറു ശബ്ദം പോലും ഉണ്ടാക്കാതെ രഞ്ജിത്ത് വീടിൻ്റെ മുൻവശത്ത് നിന്ന് നടന്ന് ആ പാറയുടെ സൈഡിലേക്കെത്തി. അവൻ ദൂരെ നിന്നുകൊണ്ട് ആ പാറയിലേക്ക് നോക്കി. ആ സ്ത്രീ അപ്പോഴും അതേപടി തന്നെ ഇരിക്കുന്നുണ്ട്. രഞ്ജിത്ത് പതുക്കെ ആ പാറയുടെ അടുത്തേക്ക് ചുവടുകൾ വച്ചു. ആ സ്ത്രീ അപ്പോഴും അതേപോലെ തന്നെ മുട്ടിലേക്ക് മുഖമമർത്തി ഇരിക്കുകയാണ്. രഞ്ജിത്ത് പതുക്കെ പതുക്കെ അവളുടെ അടുത്തെത്തി. എത്ര ശ്രദ്ധിച്ചിട്ടും അവൻ നടക്കുമ്പോൾ കരിയിലെ ഞെരിയുന്ന ശബ്ദം ചെറുതായി പുറത്തു വന്നു. അത് കേട്ട ആ സ്ത്രീ പെട്ടെന്ന് തലയുയർത്തി. മുന്നിൽ ഒരാൾ നിൽക്കുന്നത് കണ്ട് അവൾ വല്ലാതൊന്ന് നടങ്ങി. വളരെ നേരിയ നിലാവെളിച്ചത്തിൽ രഞ്ജിത്തിന് അവളുടെ മുഖം വ്യക്തമായില്ല. പെട്ടെന്നാണ് അവൾ എഴുന്നേറ്റ് തിരിഞ്ഞോടിയത്. ഹാൻഡ്സപ്പ്! പെട്ടെന്ന് രഞ്ജിത്ത് തോക്ക് കയ്യിലെടുത്ത് അവൾക്ക് നേരെ ചൂണ്ടി. ഞെട്ടിത്തിരിഞ്ഞ അവൾ രഞ്ജിത്തിൻ്റെ കയ്യിൽ തോക്ക് കണ്ട് നടുങ്ങി. അവളുടെ കാലുകൾ നിശ്ചലമായി. രഞ്ജിത്ത് അവളുടെ തൊട്ടടുത്തെത്തി. അവളെ പിടികൂടാനൊരുങ്ങിയതും അടുത്ത നിമിഷം അവൾ രഞ്ജിത്തിനെ ശക്തിയായി പിന്നിലേക്ക് തള്ളി. പെട്ടെന്നുള്ള നീക്കമായതുകൊണ്ട് രഞ്ജിത്ത് പിന്നിലേക്കൊന്ന് വേച്ചുപോയി. തോക്ക് കയ്യിൽ നിന്നും താഴെ വീണു. അവൻ ബാലൻസ് ചെയ്ത് നേരെ നിൽക്കുന്നതിന് മുന്നേ അവൾ പാഞ്ഞിരുന്നു. രഞ്ജിത്ത് സർവ്വശക്തിയുമെടുത്ത് അവളുടെ പിന്നാലെ പാഞ്ഞു. രഞ്ജിത്തിൻ്റെ വേഗതയെ തോൽപ്പിക്കാനായില്ല അവൾക്ക്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൾ രഞ്ജിത്തിൻ്റെ പിടിയിലായി. പിന്നെ അവിടെ വലിയൊരു മൽപ്പിടുത്തം തന്നെ നടന്നു. ഇതിനിടയിൽ അവളുടെ തലയിലെ വിഗ് കഴിഞ്ഞു വീണു. അതോടെ രഞ്ജിത്തിന് മനസ്സിലായി അതൊരു സ്ത്രീയല്ല, പുരുഷനാണെന്ന്. അത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് അവന് വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല. രഞ്ജിത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ അധിക സമയമൊന്നും പിടിച്ചു നിൽക്കാനായില്ല അയാൾക്ക്. ഒടുവിൽ അയാൾ തളർന്നു കീഴടങ്ങി. നടക്കടാ! രഞ്ജിത്ത് അയാളെ തള്ളി വീടിൻ്റെ മുമ്പിലേക്ക് നടന്നു. അപ്പോഴേക്കും ബഹളം കേട്ട് വേണുസാറും പ്രീതിയും സുധയുമെല്ലാം എഴുന്നേറ്റിരുന്നു. കാര്യമെന്താണെന്ന് ഊഹിച്ച വേണുസാർ പുറത്തേക്കോടി. തൻ്റെ മകനെന്തെങ്കിലും സംഭവിക്കുമോ എന്നായിരുന്നു അയാളുടെ പേടി. പ്രീതിയും പുറത്തേക്കോടാൻ ശ്രമിച്ചെങ്കിലും സുധ അവളെ തടഞ്ഞു. സുധയ്ക്ക് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ല. വേണുസാർ ഓടി പുറത്തെത്തുമ്പോൾ രഞ്ജിത്ത് അയാളെയും കൊണ്ട് വീടിൻ്റെ മുമ്പിലെത്തിയിരുന്നു. ഇരുട്ടത്തതാരാണെന്ന് വേണുസാറിന് മനസ്സിലായില്ല. മോളെ, നീ ലൈറ്റിട്ടേ, അയാൾ പ്രീതിയോട് വിളിച്ചു പറഞ്ഞു. പ്രീതി ഓടിച്ചെന്ന് ലൈറ്റിട്ടു. പിന്നെ പുറത്തേക്കോടി. പുറത്ത് രഞ്ജിത്തിൻ്റെ പിടിയിൽ അകപ്പെട്ട് കിടക്കുന്ന ആളെ കണ്ട് രണ്ടുപേരും ഒരേപോലെ നടുങ്ങിപ്പോയി. വിനോദ്, ഈ വീടിൻ്റെ ഉടമസ്ഥനായ സുന്ദരൻ്റെ മകൻ. രണ്ടുപേരും വിശ്വസിക്കാനാവാത്തതുപോലെ അവനെ നോക്കി. രഞ്ജിത്തിൻ്റെ മുഖത്ത് അപ്പോഴും വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവനത് നേരത്തെ തന്നെ ഊഹിച്ചിരുന്നു. വേണുസാർ നടന്ന് വിനോദിൻ്റെ മുന്നിലെത്തി. വിനോദെ, നീയായിരുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ. എന്തിനാടാ നീ ഇങ്ങനെ ഒരു കളി കളിച്ചത്? ഇത് നിന്റെ അച്ഛൻ്റെ വീടല്ലേ ഇത്? സ്വന്തം അച്ഛനെ എന്തിനാടാ നീ ബുദ്ധിമുട്ടിച്ചത്? വിനോദ് വിളറിയ മുഖത്തോടെ തല താഴ്ത്തി. ചോദിച്ചത് കേട്ടില്ലേ, എന്തിനാടാ നീ ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് രഞ്ജിത്ത് അവനെ മുമ്പിലേക്ക് പിടിച്ചു തള്ളി. വേച്ചുപോയ വിനോദ് ഒരുവിധം ബാലൻസ് ചെയ്ത് നിന്നു. പിന്നെ ഒന്നും പറയാതെ തല താഴ്ത്തി. നീ ഇങ്ങനെ ചോദിച്ചാലൊന്നും പറയില്ലാലേ? രഞ്ജിത്ത് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അതോടെ അവൻ ഭയന്ന് തലയുയർത്തി. എന്നെ ഒന്നും ചെയ്യരുത് സാർ, ഞാൻ പറയാം. നല്ല ഉറക്കത്തിലായിരുന്നു സുന്ദരേട്ടൻ. പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് അയാൾ ഞെട്ടി ഉണർന്നു. ചേടാ, ആരാ ഈ സമയത്ത്? അയാൾ പിറുപുറത്തുകൊണ്ട് ഫോണെടുത്തു. ഡിസ്പ്ലേയിൽ കണ്ട പേര് നോക്കി ചെറിയൊരു അത്ഭുതത്തോടെ ഫോണെടുത്തു. വേണുസാറേ, എന്താ ഈ സമയത്ത്, എന്ത് പറ്റി? മുറപുറത്ത് വേണുസാർ പറയുന്നത് കേട്ട് സുന്ദരൻ വല്ലാതെ നടുങ്ങിപ്പോയി. അയാൾ എഴുന്നേറ്റ് വിനോദിൻ്റെ മുറിയിലേക്ക് ഓടി. അവിടെ വിനോദ് ഇല്ലെന്ന് കണ്ട അയാൾ തളർന്നുപോയി. സാർ, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം, അയാൾ തളർന്ന ശബ്ദത്തിൽ വേണുസാറിനോട് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. വീടിൻ്റെ മുന്നിൽ കാർ വന്നു നിന്നപ്പോൾ വേണുസാർ രഞ്ജിത്തിനെ നോക്കി. അവർ വന്നെന്ന് തോന്നുന്നു. അയാൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. സുന്ദരേട്ടനും ഭാര്യ ലതയും കാറിൽ നിന്നിറങ്ങി. വേഗത്തിൽ വീടിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. രണ്ടുപേരുടെയും മുഖത്ത് വല്ലാത്തൊരു ഞെട്ടലും സങ്കടവും ഉണ്ടായിരുന്നു. എവിടെ അവൻ? വേണുസാറിനെ കണ്ടപ്പോൾ സുന്ദരേട്ടൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. അകത്തുണ്ട്, വാ. സുന്ദരേട്ടനും ലതയും വേണുസാറിനൊപ്പം അകത്ത് കയറി. ഹാളിലെത്തിയപ്പോൾ അവർ കണ്ടു ഹാളിൻ്റെ നടുവിൽ സ്ത്രീവേഷത്തിൽ തല താഴ്ത്തി നിൽക്കുന്ന മകനെ. സുന്ദരേട്ടൻ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് പിന്നെ വലത് കൈ ഉയർത്തി അവൻ്റെ കരണത്തേക്ക് ആഞ്ഞടിച്ചു. മഹാഭാവി, നീയായിരുന്നോടെ ഇതിൻ്റെയൊക്കെ പിന്നിൽ? എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ എന്ത് തെറ്റാടാ നിന്നോട് ചെയ്തേ? ചോദിക്കുന്നതിനൊപ്പം അയാൾ വീണ്ടും അവൻ്റെ കരണത്തെ ആഞ്ഞടിച്ചു. സുന്ദരേട്ടാ, ലത കരഞ്ഞുകൊണ്ട് അയാളെ പിടിച്ചു മാറ്റി. മതി സുന്ദരേട്ടാ, മാറടി. അയാൾ ഭാര്യയെ പിടിച്ചു മാറ്റി വീണ്ടും മകൻ്റെ മുമ്പിലേക്ക് വന്നു. ചോദിച്ചത് കേട്ടില്ലേ, എന്തിനാണ് നീ ചെയ്തതെന്ന് പറയടാ. വിനോദ് തലയുയർത്തി അച്ഛനെ ഒന്ന് നോക്കി. പിന്നെ വീണ്ടും തല താഴ്ത്തി പതുക്കെ പറഞ്ഞു. അച്ഛനെ കൊണ്ട് ഈ വീട് വിൽപ്പിക്കാൻ. സുന്ദരേട്ടൻ ഞെട്ടലോടെ മകനെ നോക്കി.
എന്നാ നീ പറഞ്ഞത്? ഈ വീട് വിൽപ്പിക്കാൻ വേണ്ടിയാണെന്നോ? എന്തിനാടാ ഈ വീട് വിൽക്കുന്നത്? നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോ? പിന്നെ ഞാനെന്ത് ചെയ്യണം? അവൻ പെട്ടെന്ന് മുഖമുയർത്തി അച്ഛനെ ദേഷ്യത്തോടെ നോക്കി. ഞാൻ എത്ര പ്രാവശ്യം അച്ഛനോട് പറഞ്ഞു എനിക്കൊരു പുതിയ മോഡൽ ഐഫോൺ വാങ്ങിത്തരാൻ, നമ്മുടെ പഴയ കാറ് വിറ്റ് പുതിയൊരെണ്ണം വാങ്ങാൻ. എൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും പുതിയ കാറുള്ളത്, നമ്മുടെ വീട്ടിൽ മാത്രം ഒരു പഴഞ്ചൻ കാറ്. എൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യം അച്ഛൻ നടത്തി തന്നിട്ടുണ്ടോ? എന്ത് ചോദിച്ചാലും കാശില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു കളി കളിച്ചത്. ഈ വീട് വിറ്റ് ലക്ഷങ്ങൾ കൈ കിട്ടിയാൽ പിന്നെ അച്ഛന് കാശില്ല എന്ന് പറഞ്ഞ് എൻ്റെ ആവശ്യങ്ങൾ നടത്തി തരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ വീടിന് പ്രേതബാധയുണ്ടെന്ന് വരുത്തി തീർത്താൽ പിന്നെ ഈ വീട്ടിൽ ആരും വാടകയ്ക്ക് വരില്ല. അതോട് നിവൃത്തിയില്ലാതെ അച്ഛൻ ഈ വീട് ഈ കഥകളൊന്നും അറിയാത്ത ആർക്കെങ്കിലും വിൽക്കും. അങ്ങനെ ഈ വീട് ഒഴിവാക്കും എന്ന് ഞാൻ കരുതി. അതിനുവേണ്ടി പണ്ട് ഇവിടെ നടന്ന കൊലപാതകം വെച്ച് ഒരു കളി കളിക്കാൻ ഞാൻ തീരുമാനിച്ചു. ആദ്യം എൻ്റെ ഒരു കൂട്ടുകാരിയെ കൊണ്ട് ചിരിപ്പിച്ചും കരയിപ്പിച്ചും അത് മൊബൈലിൽ റെക്കോർഡ് ചെയ്തു. പിന്നെ രഹസ്യമായി ഒരു സാരി വാങ്ങി, മുടിയുടെ വിഗ് വാങ്ങി. എല്ലാ ഒരുക്കങ്ങളും ഞാൻ നടത്തി. സുന്ദരേട്ടനും ലതയും ഞെട്ടലോടെയും അമ്പരപ്പോടെയും മകൻ പറയുന്നത് കേട്ടു നിൽക്കുകയായിരുന്നു. അവർക്കത് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. 25 വയസ്സുണ്ട് വിനോദിന്. എങ്കിലും അവൻ ജോലിക്കൊന്നും പോവില്ല. എന്നാൽ അവൻ്റെ ആവശ്യങ്ങൾ എപ്പോഴും വലുതാണ്. വിലപിടിപ്പുള്ള വസ്ത്രം, വിലപിടിപ്പുള്ള വാച്ച്, ഷൂ എല്ലാം അവന് നിർബന്ധമാണ്. തന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ സുന്ദരേട്ടൻ അവൻ്റെ ആവശ്യങ്ങൾ നടത്തി കൊടുത്തു. പിന്നീട് അവൻ്റെ ആവശ്യങ്ങൾ വലുതാവാൻ തുടങ്ങിയപ്പോൾ അതിന് പറ്റാതെയായി. പണമില്ലാത്തത് കാരണം അവൻ്റെ ആവശ്യങ്ങൾ നടക്കാതെയായി. അങ്ങനെ പണം കണ്ടെത്താൻ വേണ്ടി അവൻ കണ്ടെത്തിയ മാർഗമായിരുന്നു ഇത്. അല്ലേട്ടാ, ഏട്ടന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു ഇതിൻ്റെ പിറകിൽ അവനാണെന്ന്? ഞാൻ ചോദിക്കാൻ കാരണം ഇന്നലെ അവനെ കണ്ടപ്പോൾ എനിക്കും അച്ഛനും ഉണ്ടായ ഞെട്ടൽ ഏട്ടനുണ്ടായിരുന്നില്ല. അതെന്താ? പിറ്റേ ദിവസം രഞ്ജിത്ത് ജോലിസ്ഥലത്തേക്ക് മടങ്ങിപ്പോകാൻ ഒരുങ്ങുമ്പോഴാണ് പ്രീതി ഇക്കാര്യം ചോദിച്ചത്. ഉണ്ടായിരുന്നു. കാരണം ഞാനന്ന് ആ പാറയുടെ അടുത്ത് പോയി പരിശോധിച്ചപ്പോൾ എനിക്കൊരു മോതിരത്തിൻ്റെ കല്ല് കിട്ടിയിരുന്നു. പിന്നെ അവൻ ഇവിടെ വന്ന സമയത്ത് അവൻ്റെ കയ്യിലെ മോതിരം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിലൊരു കല്ല് പോയി കിടക്കുന്നു. ആ കല്ല് പോയി കിടക്കുന്ന ദ്വാരം എനിക്ക് കിട്ടിയ മോതിരക്കല്ലിൻ്റെ അതേ അളവിലുള്ളതായിരുന്നു. പിന്നെ മൊത്തത്തിലുള്ള അവൻ്റെ സംസാരവും പെരുമാറ്റവും കണ്ടപ്പോഴും എനിക്കത് ഫീൽ ചെയ്തു. അങ്ങനെയാണ് എനിക്ക് സംശയം തോന്നിയത്. ഓ, അങ്ങനെയൊരു സംഭവം ഉണ്ടായോ? പ്രീതി അത്ഭുതത്തോടെ ചോദിച്ചു. ഉണ്ടായി. അവനാണെന്ന് തന്നെ ഉറപ്പിച്ച ശേഷം നിന്നോട് പറയാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അതെയോ? നീ പോകാനൊരുങ്ങിയ മോനെ? സുധ അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചു. ആ, പോവുകയാണമ്മേ. എനിക്ക് ഇന്ന് തന്നെ പോകണം. ചെന്നിട്ട് കുറേ ജോലിയുണ്ട്. അല്ല, അച്ഛനെവിടെയാ അമ്മേ? മുറിയിലുണ്ടടാ. പറഞ്ഞു തീരുന്നതിന് മുമ്പേ വേണു സാർ അങ്ങോട്ട് വന്നു. അപ്പോൾ പോകാറായോടാ നിനക്ക്? ആ, പോകുവാണച്ചാ. എന്തായാലും നീ വന്നതുകൊണ്ട് അവൻ ഇത്രയും വേഗം പിടിക്കാൻ പറ്റി. അല്ലായിരുന്നെങ്കിൽ ഇനിയും അവൻ്റെ കളി തുടർന്നേനെ. അത് കേട്ട് പ്രീതി ചിരിച്ചു. എന്ത് ചെയ്യാനാച്ചാ, ഇത്തവണ അവൻ കളിച്ചത് നമ്മളോടായി പോയില്ലേ? അത് കേട്ട് എല്ലാവരും ചിരിച്ചു. അങ്ങനെ കഥ അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? വല്ലാത്തൊരു മകൻ തന്നെയല്ലേ? എന്തായാലും പുതിയ കഥയുമായി വീണ്ടും വരാം. ലവ് യു ഓൾ. ബൈ.